നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. നിങ്ങൾ പ്രണയബന്ധങ്ങളിൽ ആകൃഷ്ടരാവാനുള്ള സാധ്യത ഉണ്ടാകുന്നതായും അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹത്തിന് വളരെയധികം അനുകൂല സമയമായിട്ടുമാണ് കാണുന്നത്. ഉല്ലാസയാത്ര, തീർത്ഥാടനം, ബന്ധുമിത്രാദി കുടുംബ സന്ദർശനം എന്നിവ നടത്തുവാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗങ്ങളിലെല്ലാം തന്നെ വളരെയധികം സാമ്പത്തികമായി ഗുണം ചെയ്യുന്നതായി കാണുന്നു. ജോലിക്കാരാണെങ്കിൽ ഉദ്യോഗ കയറ്റം, ശമ്പള വർധനവ്, ആഗ്രഹപ്രകാരമുള്ള സ്ഥലം മാറ്റം തുടങ്ങിയവ ലഭിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതം പൊതുവെ സന്തോഷകരമായി മാറുന്നതായാണ് മെയ് മാസം തെളിയുന്നത്. നിങ്ങളുടെ കർമ്മസ്ഥാനം മാറുന്നത് കൂടുതൽ ഉത്തരവാദിത്തവും അധ്വാനഭാരവും സഞ്ചാരവും വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ തന്നെയും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം, സാമ്പത്തിക ഭദ്രത, രോഗപീഠകളിൽ നിന്നുള്ള മുക്തി എന്നിവയും, വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരവും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക സഹകരണങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത് രേഖകൾ, ആനുകൂല്യങ്ങൾ തുടങ്ങിയവ വന്നു ചേരുന്നതായും കാണുന്നുണ്ട്. ഇനി അന്യനാട്ടിൽ കഴിയുന്നവരാണെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നു. മെയ് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളും മറ്റു സ്രോതസ്സുകളിൽ കൂടിയുള്ള സാമ്പത്തിക നേട്ടങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്നതായാണ് മനസ്സിലാവുന്നത്. കുടുംബരംഗത്തുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നു. നിങ്ങൾക്ക് പുതിയ വ്യാപാര സംരംഭങ്ങൾക്ക് തികച്ചും അനുകൂലമായ സമയമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള സമയമായി. കൂടാതെ സ്വത്ത്, സ്വർണം, ഭൂമി എന്നിവ വാങ്ങി അതിൽ ക്രയവിക്രയം ചെയ്ത് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതായാണ് മനസ്സിലാവുന്നത്. ജോലി സംബന്ധമോ ബിസിനസ് സംബന്ധമോ ആയുള്ള വിദേശ യാത്രകൾ ചെയ്യേണ്ടി വരുന്നതായും, മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ആഗ്രഹ സാഫല്യം, മനസമാധാനം, സന്തോഷം, അങ്ങനെ ജീവിതത്തോട് നിങ്ങൾക്ക് വളരെയധികം താല്പര്യവും പൊതുവെ ഉന്മേഷവും ഉത്സാഹവും അനുഭവപ്പെടുന്ന മാസമാണ് ഈ മെയ്. നിങ്ങളുടെ തറവാട്, ബന്ധുകുടുംബങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുന്നതിലൂടെ നിങ്ങളുടെ പിതൃക്കൾ സന്തോഷിക്കുകയും പൂർവിക പൈതൃകങ്ങളായ ശ്രേയസ്സും കീർത്തിയും അനുഗ്രഹവും വന്നു ചേരുകയും അതിലൂടെ നിങ്ങൾക്കുണ്ടായിരുന്ന കർമ്മദോഷങ്ങൾ മാറുകയും ചെയ്യുന്നതായി കാണുന്നു. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ കാലാനുസൃതമായ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന മാസമാണിത്. എന്നാൽ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ദേഹത്തിൽ ചെറിയ പരിക്കുകൾ, മുറിവ്, ചതവ് എന്നിവയും ത്വക്ക് സംബന്ധമായ അലർജി രോഗങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ അരിഷ്ടതകൾ 2-3 മാസക്കാലത്തേക്ക് ഉണ്ടാകാമെന്നതുകൊണ്ട് തന്നെ ജോലി, കർമ്മരംഗങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന അതേ ഗൗരവത്തിൽ തന്നെ തങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും അതീവ ജാഗ്രതയും ശ്രദ്ധയും കാണിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതിലൂടെ വന്നു ചേരുന്ന ചില പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിൽപരമായ ഉയർച്ച, അതായത് സഹോദര സ്ഥാനങ്ങളിലുള്ളവരുടെയും സന്താനങ്ങളുടെയും ഉപരിപഠനം, ജോലി പ്രവേശനം, ഗൃഹനിർമ്മാണം, കൂടാതെ കുടുംബത്തിലെ വളരെ അടുത്ത ബന്ധുക്കളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കും തുടർന്നുള്ള ജീവിതാഭിവൃദ്ധിക്കുമുള്ള സാധ്യത കാണുന്നുണ്ട്. മെയ് മാസം പകുതിയോടെ സർവ്വരോഗ ദുരിതങ്ങൾക്ക് ശമനം, കുടുംബത്തിലുള്ളവർക്കെല്ലാം മഹാലക്ഷ്മി കടാക്ഷം, ഈശ്വരാനുകൂലം എന്നിവയും കാണുന്നുണ്ട്. കാർഷിക മേഖല, വ്യാപാരം, വ്യവസായം
തുടങ്ങിയവയിലൂടെയുള്ള വരുമാനം പൊതുവെ തൃപ്തികരമാണെന്ന് കാണാവുന്നതാണ്. നിലവിലുള്ള കർമ്മരംഗങ്ങൾ കൂടാതെ പുതിയ കർമ്മരംഗങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നേടിത്തരുന്നതായി തെളിയുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. പ്രതീക്ഷിക്കാത്ത സ്ഥാനമാനങ്ങൾക്ക് പ്രാപ്തനാകുന്നതായും ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായും കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉന്നത സ്ഥാന പ്രാപ്തി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കാലാകാലങ്ങളായുള്ള കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ മാസം തന്നെ മാറുന്നതാണ്. നിലവിലുള്ള ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി കൂടുതൽ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ മാറ്റവും പുരോഗതിയുമാണ് കാണുന്നത്. സിനിമ, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതുതായി ഈ പറഞ്ഞ മേഖലകളിൽ പ്രവേശിക്കുന്നവർക്കും തന്നെ വളരെ അനുകൂലമായ സമയമാണ്. പുതിയ പ്രോജക്റ്റുകളിൽ ഏർപ്പെടാനും നിലവിലുള്ളവയിൽ നിന്നും ലഭിക്കുന്ന ഗംഭീര വിജയങ്ങൾ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അതിലൂടെ ലഭിക്കുന്ന സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ, പൊതുസമ്മതി, ഉന്നത ബന്ധങ്ങൾ എന്നിവ നേടിത്തരുന്നതും കാണുന്നുണ്ട്. ഉന്നത ബന്ധങ്ങൾ മുഖേനയുള്ള സമൂഹത്തിലെ സ്ഥാനലബ്ധി നിങ്ങളെ തേടി വരുന്നു. സാധിക്കുമ്പോഴെല്ലാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ, പ്രത്യേകിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണെങ്കിൽ ബഹുവിശേഷമായി കദളിപ്പഴ കുല സമർപ്പണം, ഭാഗ്യസൂക്താർച്ചന, മഞ്ഞപ്പട്ട് സമർപ്പണം, പാൽപായസം കൂടാതെ നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തുന്നതും അന്നദാനം, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവ നടത്തുകയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് ചെയ്യുകയും വേണ്ടുന്ന കാര്യങ്ങളാണ്. ജാതിമത ഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. 4, 13, 14, 22, 24 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അശ്വതി, പൂയം, ഉത്രം, ചിത്തിര, ചോതി, മൂലം, അനിഴം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലായാലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലായാലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും മറ്റും ഈ നക്ഷത്രക്കാരെ കൂടി ചേർക്കാവുന്നതാണ്. 3 ആണ് വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. പിങ്ക് ആണ് ഭാഗ്യനിറം. വ്യാഴാഴ്ച ദിവസങ്ങൾ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ:
998 46 79 7971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.